വഴുതനങ്ങക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. കറി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിൻ്റെ കറകളെല്ലാം കളഞ്ഞെടുത്തതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലെത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്